അഖില, യെസ്. സ്വന്തം വീട് കോട്ടയം. കോട്ടയം ജില്ല. അതെ, കോട്ടയം കറക്റ്റ് ജില്ല. എവിടെയാ? തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്. അതെ. അപ്പോഴേ നിങ്ങൾ ഈ കോട്ടയം, തൃശ്ശൂര്, തിരുവനന്തപുരം, ഒട്ടുമിക്ക ഈ തെക്കൻ ജില്ലകളിലെ ആളുകൾക്ക് ഞാനിപ്പോൾ കണ്ടുവരുന്നൊരു ഒരു രീതിയാണ്, പ്രത്യേകിച്ച് ഈ ഹോട്ടൽ വ്യവസായം. ഹോട്ടലിന് ഈ മലബാറിലെ ചില സ്ഥലങ്ങളുടെ പേരിട്ടിട്ട് ആളുകളെ പറ്റിക്കുന്നൊരു രീതി കണ്ടുവരുന്നുണ്ട്. അതായത് കോട്ടയത്തെ ഹോട്ടലിന്റെ പേര് കാലിക്കറ്റ് ടേസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ടേസ്റ്റ് ഓഫ് തലശ്ശേരി, ടേസ്റ്റ് ഓഫ് മലബാർ, ഇപ്പം മലബാർ ചിപ്സ്, മലബാറിന്റെ തനതായ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പേരിടുന്നത്. എന്നിട്ട് തെറ്റിദ്ധരിക്കുക ആളുകൾ. ഇപ്പൊ കോഴിക്കോട് എത്തിയ ആൾക്കാരെ ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിലോ? അല്ല, അത് പറയട്ടെ. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നീ പറഞ്ഞോ. അപ്പം എന്റെ നാട് കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് നിന്ന് ഞാനിപ്പോ കോട്ടയത്ത് വന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഓഫ് മലബാർ, തനതായ മലബാർ ബിരിയാണി കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാടൊക്കെ വിട്ട് നിൽക്കല്ലേ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ മുടങ്ങിയല്ലോ. അപ്പം വല്ലപ്പോഴും നമുക്ക് ആ മലബാറിലെ ബിരിയാണി കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കയറി നോക്കുമ്പോൾ മലബാറിലെ ബിരിയാണിയും അല്ല, കോഴിക്കോട്ടെ ബിരിയാണിയും അല്ല. അതിന്റെ ടേസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മടുത്തു. അപ്പൊ എനിക്ക് തോന്നി ഇവരൊക്കെ എന്താ ഈ കോഴിക്കോട്, മലബാർ, തലശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ ഒരു കേന്ദ്രമാണ് എന്നാണല്ലോ പറയുന്നത്. അത് നിങ്ങൾ സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ പേരിട്ടിട്ട് ഇത്തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കൗണ്ടറിൽ പൈസ കൊടുക്കാൻ പോയപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ചേട്ടൻ വീട് എവിടെയാ ചോദിച്ചു. ഞാൻ ഇവിടെ തന്നെ, ഇവിടെ കോട്ടയം ഒരു സ്ഥലത്തിന്റെ പേര് വന്നു. ചേട്ടാ, ഞാൻ സത്യത്തിൽ ഇത് മലബാറിലെ ആരെങ്കിലുമൊക്കെയാണ് ഇവിടെ ഷെഫ്, അവരാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ കരുതിയിട്ടാണ് വന്നത്. ബിരിയാണി ഒട്ടും കൊള്ളൂല, മലബാറിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ കുറെ പേരിങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ കോഴിക്കോട് നിന്നാണേലും ആൾക്കാർ വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നില്ലേ? ഇപ്പൊ ഈ ഒരു അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥാപനങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കോട്ടയത്ത് തന്നെ 1-2 സ്ഥാപനങ്ങൾ അങ്ങനെയുണ്ട്. കോഴിക്കോട്, തലശ്ശേരി ഒക്കെ ഉള്ള ആളുകൾ, അവിടെയുള്ള പാചകക്കാരൻ, അതായത് മലബാറിലെ. പക്ഷെ ചേട്ടൻ അവിടെ കഴിച്ച അതേ രുചി തന്നെ ഇവിടെ കിട്ടണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കിട്ടുന്നുണ്ട്, പക്ഷെ ഭൂരിപക്ഷവും കിട്ടുന്നില്ല. കുറഞ്ഞ പക്ഷം ഹോട്ടലുകൾ കിട്ടുന്നുണ്ട്. സത്യസന്ധമായ ജോലി, ഇത് പേരിട്ടിട്ട് മലബാറിലെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് എന്താ പറയാ, മലബാർ ചിപ്സ് അറിയാലോ? ഈ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ വറുത്ത കായ എന്ന് പറയും, ഇവിടെ എന്താ പറയുക, കായ വറുത്തത്. അപ്പൊ ഈ വറുത്ത കായ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പൊ ഈ കോഴിക്കോട് ഈ മിഠായി തെരു, മാനാഞ്ചിറ അതിലേ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് ഇങ്ങനെ ഉണ്ട്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്, കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത. അപ്പം അത് ഇവിടെ മലബാർ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് കടകളിൽ വെച്ചിരിക്കുന്നു. ഇതും തമ്മിൽ ഒരു പൊരുത്തമില്ല. കടലും കാറ്റാടി എന്ന് പറയില്ല നമ്മള്. ചേട്ടൻ കഴിച്ചിരുന്നു? വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കഴിച്ചിട്ട് പെട്ടത് കൊണ്ടാണ് നമുക്ക് ഇത് ഒരു ടോപ്പിക്കായിട്ട്, ഒരു കണ്ടന്റ് ആയിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാന്ന് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ കോഴിക്കോടിന്റെയും തലശ്ശേരിന്റെ പേര് വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നത്? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യൂട്യൂബേഴ്സ് ആണെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതല്ല ഞാനതല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് തലശ്ശേരിയിലെ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നില്ലേ? അത് നമ്മുടെ ഇവിടെ ആൾക്കാർ പരീക്ഷിക്കുന്നില്ലേ അങ്ങനത്തെ കാര്യം? അപ്പൊ നിങ്ങളുടെ ഈ ഇപ്പോ കോഴിക്കോട് മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അതിപ്പോ അതേ രുചി തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു രുചി അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ കടയിലേക്ക് ആൾക്കാർ പോകില്ലല്ലോ. പക്ഷെ അവിടെ ആളുകൾ പോകുന്നില്ലേ? ആളുകൾ പോകുന്നത് ഒന്നുകിൽ ഇവിടെയുള്ള ആളുകളായിരിക്കും. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ ആ തിരുവനന്തപുരത്തുള്ള ആളുകളായിരിക്കും. അവർക്ക് അവിടെയുള്ള ടേസ്റ്റ് ഓക്കെ. ഇപ്പം കോഴിക്കോട് നിന്ന് ഒരാൾ വരുന്നു, അപ്പം അവര് എന്താ കരുതാ, നമുക്ക് നാട്ടിലെ രീതിയിലുള്ള ഒരു കോഴി ബിരിയാണി കഴിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത് ഭക്ഷണമായ നമുക്ക് കൊതി തോന്നുമല്ലോ. ഇപ്പൊ തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ പോവാ, നമ്മളെവിടെ കിട്ടും? അവിടെ ഒരു മലബാറില്ലാതെ നമ്മുടെ നാട്ടിലെ കുറച്ച് പേരുടെ ഹോട്ടലുണ്ട്, നമ്മുടെ നാട്ടിൽ അതേ രുചി കിട്ടും എന്ന് പറഞ്ഞിട്ട് പോവും. അത് നല്ലതായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് തിരുവനന്തപുരത്തുള്ള ആളുകൾ മലബാർ ബിരിയാണി എന്ന് വെച്ച് ബോർഡും വെച്ച് ലോക്കൽ മറ്റേ എന്താ പറയുക, ഉപ്പുമാവില് ചിക്കൻ വെച്ച് 2 പപ്പടം വെച്ച് അടിയിലൊരു മുട്ടയും വെച്ച് കഴിഞ്ഞാൽ അത് ബിരിയാണി ആവില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കാര്യം ചോദിച്ചത്. നമ്മുടെ ഇവിടെ കോട്ടയത്ത് കപ്പയും മീൻകറി ഭയങ്കര ഫേമസ് ആണ്. അത് പക്ഷേ കോഴിക്കോട് കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, കോഴിക്കോട് കിട്ടില്ല. പക്ഷെ കപ്പയും മീൻകറി ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അതേപോലെ ആയിരിക്കത്തില്ല നമ്മുടെ ഇവിടെ. അതുപോലെ പക്ഷെ ഞങ്ങള് കോഴിക്കോട്ടുകാര് അവിടെ പോയിട്ട് ഹോട്ടൽ കോട്ടയം എന്ന് പേരിടൂല.
അങ്ങനെയല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അവിടെ കിട്ടണം എന്ന് വരത്തില്ല. അതേപോലെ ആയിരിക്കില്ല അവിടെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഇവിടെയും കിട്ടണം എന്ന് വരത്തില്ല. നമ്മള് രണ്ടും രണ്ട് ടേസ്റ്റ്. അല്ല പക്ഷെ പേരൊക്കെ നോക്കി ഇപ്പോഴും കടയിൽ കയറുന്നവരുണ്ടോ? നമ്മളിപ്പോ വീടൊക്കെ മാറി വയ്ക്കുന്ന ആളുകള് അങ്ങനെ ചെയ്യും. ഇപ്പൊ നീ കോട്ടയത്തല്ലേ, നീ ഇപ്പൊ കുറെ കാലം വേറൊരു ജോലി ചെയ്യാൻ വേണ്ടി നീ കോഴിക്കോട് വന്നു നിന്നു എന്ന് കരുതുക. അപ്പം നിനക്ക് ഇവിടെ കിട്ടും നേരത്തെ പറഞ്ഞ കപ്പയും മീൻകറി അല്ലെ കപ്പയും ബീഫും നിനക്ക് കൊതി തോന്നും, വല്ലപ്പോഴും ഒന്ന് കഴിക്കാൻ തോന്നില്ല. അപ്പൊ നീ അവിടെ അന്വേഷിക്കും എവിടെ കിട്ടും. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇത് അങ്ങനെ സജീവമായിട്ടുള്ള ഫുഡല്ല. അപ്പൊ നിന്നെ അവിടെ നീ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ബോർഡ് കാണാണ് ഹോട്ടൽ എന്താ വൈക്കം അല്ലെങ്കിൽ ഹോട്ടൽ കോട്ടയം, കോട്ടയത്തെ തനതായ രുചി എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയത്ത് വരാത്ത ഏതെങ്കിലും കോഴിക്കോട്ടുകാരെ ഒരു കച്ചവടം നടത്തുക. നീ അവിടെ കയറിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് കോട്ടയത്തിന്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നീ പരാതി പറയില്ലേ? നിനക്ക് തോന്നില്ലേ ചേട്ടാ ഈ കോട്ടയം എന്നൊക്കെ ബോർഡ് വെച്ചിട്ട് ഞങ്ങളെ കോട്ടയത്തിന്റെ ഒരു ടേസ്റ്റും ഇല്ലാലോ എന്ന് പറയില്ലേ? അത്ര പരാതി പറയും, ഞാനാണെങ്കിൽ പറയും. അത്രേ പരാതിയെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കിട്ടിയതായല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ എല്ലാരും കരുതില്ല, കാരണം പൈസ കൊടുത്തിട്ടാണല്ലോ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചേട്ടാ ഇപ്പൊ ഒരു ബോർഡ് കണ്ടിട്ട് മാത്രം ആൾക്കാർ അവിടെ കയറി അങ്ങനെ കഴിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ മലബാർ ചിപ്സ്, മലബാർ ബിരിയാണി ഇതൊരു കച്ചവട തന്ത്രവും കൂടിയാണ്. അതെ കച്ചവട തന്ത്രമാണ്. തലശ്ശേരി ദം ബിരിയാണി എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റ് ആണ്. അത് ഇവിടെ എന്റെ നാട്ടിലൊക്കെ ഓക്കെ, പക്ഷെ അത് അവിടുത്തെ രുചി ഇവിടെ എങ്ങനെയൊക്കെ അതുകൊണ്ട് അത് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ ഇറക്കേണ്ടി വരും. അത് നടത്തും. അല്ല അതായിരിക്കും നല്ലത്. കുറച്ച് ചേട്ടൻ അങ്ങനത്തെ അത് കറക്റ്റ് അല്ലെ ചേട്ടന് കുറച്ച് ആൾക്കാർ ചേട്ടന് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഈ കോഴിക്കോടിന്റെ തലശ്ശേരിന്റെ പേരിട്ടിട്ട് ഉടായ്പ കളിക്കരുത്. നിങ്ങൾ കോട്ടയംകാരായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തുകാരായാലും നിങ്ങൾക്ക് പറ്റുന്ന സദ്യ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല സദ്യ കിട്ടുന്നത് തിരുവനന്തപുരത്ത് സദ്യയാണ്. ഓക്കെ എന്ന് പറഞ്ഞ കോഴിക്കോട് തിരുവനന്തപുരം പോയി കഴിക്കില്ലല്ലോ. തിരുവനന്തപുരത്ത് നല്ല സദ്യ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോ നാടിനും ഓരോ ഫുഡ് ഉണ്ടല്ലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പേര് വെച്ച് മാത്രമല്ല, പേരല്ല ഞാൻ പറയട്ടെ, ആ ഒരു കടയിൽ കയറി ഫുഡ് കഴിപ്പോ ആ ഫുഡ് നല്ലതാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് പേര് നോക്കൂ കേട്ടോ. ഹോട്ടൽ ആര്യഭവൻ എന്ന് നോക്കി നമ്മൾ അവിടെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ കയറുന്നത്. നേരെ നോട്ടെ ഹോട്ടൽ സംസം എന്നൊക്കെ പറഞ്ഞ തിരുവനന്തപുരത്ത് ഫേമസ് ഹോട്ടലാണ്. നമ്മുടെ ബേസിൽ ജോസഫ് അറിയാലോ, സംവിധായക നടനൊക്കെ. പുള്ളി എൻ്റെ ഒരു റീൽസിൽ ആ ഹോട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അടിപൊളി നോൺ വെജ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പേരൊക്കെ നോക്കിയിട്ട് തന്നെ കയറും. നമ്മൾ കൊടുക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, ആ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് ചുമ്മാ കൊണ്ടുപോയി കളയാൻ പറ്റുമോ? എന്തായാലും ഇത് ഒരു നാടിനെയും മോശമാക്കാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തന്നെയുള്ളൂ. എന്തായാലും നമ്മുടെ ഡിബേറ്റ് കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ.